ബാ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ട് അവൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? ഇല്ല. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പണമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും എല്ലാം മറക്കും. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അഞ്ച് സെന്റ് സ്ഥലവും വീടും എൻ്റെ പേരിലുണ്ട്. ഒന്നും നടന്നില്ല, നമ്മളതങ്ങ് വിൽക്കും. നീ വിഷമിക്കാതിരിക്കും. ഹലോ, എന്തുണ്ട്? പഴയ തട്ടകത്തിൽ തന്നെയാണല്ലോ എല്ലാവരും. എടാ, നന്ദികേട് കാണിക്കരുത്. ഇവൻ വിളിച്ചിട്ട് നീ എന്തേ തിരിച്ചു വിളിക്കാഞ്ഞേ? വിളിച്ചായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളായിരിക്കും എടുത്തത്, എന്നോട് പറഞ്ഞില്ല. ഏയ്, അതൊന്നും സാരമില്ല. നീ ഞങ്ങളെ അന്വേഷിച്ച് വന്നല്ലോ, അത് മതി. രാജേട്ടാ, എത്ര മാസം ലീവുണ്ട്? എന്തായാലും കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടാ, നീ വലിയ കാറ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് നിന്റെ കാർ എന്തിയേ? ഓ, വർക്ക്ഷോപ്പിലായിരിക്കും. എടാ, ഇവന്റെ മോളുടെ കല്യാണത്തിനെ പൈസ ഞാൻ കരുതിയതായിരുന്നു. പക്ഷെ അതങ്ങ് ബ്ലോക്കായിപ്പോയി. അതുകൊണ്ട് എൻ്റെ കാറ് ഞാനങ്ങ് വിറ്റു. വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാ. വേണ്ടായിരുന്നു. എടാ, 2 വർഷം മുമ്പ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്റെ ബൈക്ക് വിറ്റ കാശും കൊണ്ട് നീ വന്നത്, അതൊന്നും ഞാൻ മറക്കില്ലടാ. നന്മ വറ്റാത്ത ഒത്തിരി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടായിരിക്കാം ഈ ലോകം ഇന്നും നിലനിൽക്കുന്നത്.